Hello, Dr. Srikanth. Sir. I am ACP Dhanraj from Mumbai Police Narcotics. Sir. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങടല്ലേ താമസിക്കുന്നത്? അതെ സർ. എന്താ കാര്യം? നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇല്ല സർ, എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല. ലുക്ക് ഡോക്ടർ, പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും? ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സാർ, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ്. വി വാണ്ട് ടു വെരിഫൈ ദം. ഓക്കെ സർ. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂമിട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. then please wait. We want to contact NIA Delhi headquarters. Don't cut the call. Good morning, sir. NIA headquarters, Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number 867146516271. Please check the Aadhaar and reply. Sir, please wait. Let me check. This other number was included in a case. The case number is 231/24. On Mr. Srikanth. PAN number is B1VP 7676 in Kerala State. Please specify the case. Some amount has been credited to his bank account through narcotic business. Oh, okay, thank you. ലുക്ക് ഡോക്ടർ, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ലുക്ക് ഡോക്ടർ, നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. സാർ, എനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ഓക്കെ ഡോക്ടർ, അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ. സാർ, അത് ഒന്നില് 7 ലക്ഷവും ഒന്നില് 40 ലക്ഷം രൂപയാണുള്ളത് സാർ. ഓക്കെ ഡോക്ടർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. കോൾ കട്ട് ചെയ്യരുത്, റൂം വിട്ട് പുറത്തു പോകരുത്. ഓക്കെ? Hello, Reserve Bank Headquarters. ഐ ആം ACP Dhanraj ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ്. ഞങ്ങൾ നാർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പരിശോധനയില് അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. ഓ ഓക്കെ. ഡോക്ടർ ശ്രീകാന്ത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ? ഓക്കെ സാർ, ക്യാരി ഓൺ വിത്ത് വെരിഫിക്കേഷൻ. ഓക്കെ, എങ്കിൽ റിസർവ് ബാങ്കിന്റെ 2171726173 എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ സാർ, ചെയ്യാം. ആയിട്ടുണ്ട് സാർ. നമസ്കാരം. നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിന്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത്. യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത്. സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത്. ഉടനെ 1930 വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ജാഗ്രത പാലിക്കുക. മാറി നിൽക്കേണ്ട ആളുകൾ മാറി നിൽക്കാത്ത കാര്യങ്ങളാണ് ഇന്നിവിടെ പരാതിയായി വന്നിട്ടുള്ളത്. പുതിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ ഈ സഭയിൽ ഉയർന്നു വന്നിട്ടുമില്ല. അതിന് വന്നത് നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി.
മറ്റൊക്കെ നമ്മുടെ നിയമത്തിൽ ആ ഗുണം അനുഭവിക്കേണ്ട കാര്യങ്ങളിൽ അനുഭവയോഗ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും, അതിനെ ഏത് രീതിയിൽ നമുക്ക് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടാനും അതിനെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു യോഗം നമ്മളല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിജു പുള്ളിക്കര, പ്രിയപ്പെട്ട വന്ധ്യജനങ്ങളെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹപ്രവർത്തകരെ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ്റെ നേതൃത്വം അതിൻ്റെ നോഡൽ ഓഫീസറായി സാർ വന്നതിന് ശേഷം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന മേഖലകളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന രീതി, അത് കുട്ടികളുടേതായാലും യുവാക്കളുടേതായാലും ഇപ്പോൾ പുതിയ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ വൃദ്ധജനങ്ങളെ അല്ലെങ്കിൽ വന്ധ്യജനങ്ങളുടെ കാര്യത്തിലായാലും ഇത്തരമൊരു പ്രവർത്തനങ്ങളായി മുന്നോട്ട് വരുന്നത്. ഇന്ന് വന്ധ്യജനങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. ഇവിടെ ഇന്ന് ഉന്നയിക്കപ്പെട്ട ആവലാതികളിലെല്ലാം നമ്മുടെ നിയമങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിപക്ഷം ഉള്ളത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ അവശരായ ആളുകൾക്ക്, ഈ സീനിയർ സിറ്റിസണിൽ ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ട ഇവിടുത്തെ നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം, ഇല്ലെങ്കിൽ മറ്റേത് മേഖല എടുത്തു നോക്കിയാൽ, ഇനി രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കിയാൽ അതിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ളത് നമ്മുടെ ഈ പറയുന്ന വയോജന അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഒരിക്കലും അവശന്മാരാണ് എന്ന് നമുക്ക് കൂടി അതിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മേഖലകളിൽ നമുക്കത് തെരഞ്ഞു പിടിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു നമ്മളത് തീരുമാനിച്ചത്. എന്നാലും കഴിയുന്നത്ര നമ്മൾ ബയോമെട്രി അടക്കമുള്ള സർക്കാർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി വകുപ്പ് ഇതുപോലുള്ള വകുപ്പുകളുമെല്ലാം ആലോചിച്ചാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു തുടക്കമാണ്. ഇതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി വനജ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള രാജമോദന ഡോക്ടർ, അതുപോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ ബിജു, സാമൂഹ്യനീതി വകുപ്പിലെ ശ്രീ രഘുനാഥ്, പ്രിയപ്പെട്ട വന്ധ്യജനങ്ങളെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കൾ, ഇനിയും ഞാനൊരു പ്രസംഗം നടത്തിയാൽ അത് അധിക പ്രസംഗം ആയി പോകും. ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൂടാതെ അധ്യക്ഷൻ്റെ പണി എന്ന് വെച്ചാൽ പ്രസംഗിക്കലല്ല, മറ്റുള്ളവരെ കൊണ്ട് പ്രസംഗിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ശ്രീ അബ്ബാസ് വിവരത്തെ ക്ഷണിച്ചുകൊണ്ട് നിൽക്കും. ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ആ രീതിയിൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളൊക്കെ കൂടുതലായി വരുന്ന ഒരു ഘട്ടം വരുന്നത്. ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് നല്ല രീതിയിൽ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ നമുക്കിവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ചെറുകാലഘട്ടങ്ങൾ പല ആളുകളുടെ ഇടയിലും മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതല്ല. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റുള്ള ഏത് കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പൂർവികന്മാരായ ആളുകളാണ് നമുക്കത് നൽകിയിരിക്കുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി അവർ തയ്യാറായി വന്നിരിക്കുകയാണ്. അവർ ഓരോ കാലത്തും നമ്മളിപ്പോൾ ഏത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ യുവാക്കളുടെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, ഇവിടെ ലഹരി മയക്കുമരുന്നുമായിട്ട് ഒരുപാട് കുട്ടികൾ അടിമപ്പെടുന്നുണ്ട്. അവർ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി നല്ല കുട്ടികളായിട്ട് അവരെ കൊണ്ടുവരാം എന്ന ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവർ നന്മയിലേക്ക് നയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നാടിനൊരു മാറ്റം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്തുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതിർന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രായം ഇനിയും ഒരുപാട് കാലങ്ങൾ ജീവിക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വീഴ്ചയായി അറിയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുവാനുള്ള ശക്തിയും പ്രാപ്തിയുണ്ട്. പക്ഷെ അതിന് നമുക്ക് മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മങ്ങോളം ഇങ്ങോളം ആവുന്നത്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ നമുക്ക് വൃദ്ധസദനങ്ങളൊക്കെ കൂടുതലായി വീഴുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വിദ്യാഭ്യാസം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അച്ഛനമ്മമാരെല്ലാം നമ്മൾ കൂടെയുള്ളത്. വലിയ ഉദ്യോഗസ്ഥരാവണം, എൻ്റെ മക്കൾ വലിയ നിലയിൽ എത്തണം എന്നുള്ളത്. പക്ഷേ അത് ചിലപ്പോഴൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വലിയ ഉദ്യോഗത്തിലേക്ക് നമ്മുടെ വലിയ ഉദ്യോഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് പുറത്തൊക്കെ വലിയ ഉദ്യോഗത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത് നമ്മൾ പ്രായമായ നമ്മുടെ അച്ഛനമ്മമാരായിരിക്കും. അപ്പോൾ അവരെ നോക്കുവാൻ ആളുണ്ടാവില്ല. പക്ഷേ ഈ ജോലി വിട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനും പറ്റില്ല. അവർക്ക് ഈ മുതിർന്ന പൗരന്മാർ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അവരെ ആദരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ, നാളെ ഞാനും ആ ഘട്ടത്തിലേക്ക് എത്തേണ്ട ഒരാൾ, എനിക്കും 60, 65 വയസ്സും 70 വയസ്സും ആയുസുണ്ടെങ്കിൽ എത്തേണ്ട ആൾ എന്നൊരു തോന്നൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആദരിക്കാനൊക്കെ ഈ മുതിർന്ന പൗരന്മാർ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അവരെ ആദരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ, നാളെ ഞാനും ആ ഘട്ടത്തിലേക്ക് എത്തേണ്ട ഒരാൾ, എനിക്കും 60, 65 വയസ്സും 70 വയസ്സും ആയുസുണ്ടെങ്കിൽ എത്തേണ്ട ആൾ എന്നൊരു തോന്നൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആദരിക്കാനാണ് തെറ്റുകൾ പറ്റുന്നത്. നമുക്ക് സാന്ത്വനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയം, അത് എപ്പോഴൊക്കെ കിട്ടുന്നോ ആ സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കളായാലും മനുഷ്യന്മാരായാലും ആരായാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. KFCയുടെ ഓണർ നമുക്കെല്ലാം അറിയാമല്ലോ, നമുക്കെല്ലാം ചിക്കൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കറിയാം. 62ാമത്തെ വയസ്സിലാണ് KFC എന്ന് പറയുന്ന സംരംഭം തുടങ്ങുകയും അതിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഏകദേശം 20,000-ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുകയും അവർ ലോക പ്രശസ്തമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് പ്രായം അതിന് വലിയ പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഒരുപാട് ദിശകൾ കാണിച്ചു കൊടുത്ത ആളുകളാണ് നമ്മളുണ്ട്. അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. ആ ആശങ്കയ്ക്കൊക്കെ പകരമായിട്ട് നമ്മുടെ മുതിർന്ന പൗരന്മാരിൽ തന്നെ ലോക പ്രശസ്തമായ ആളുകൾ തന്നെ നമുക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തകർന്ന് തരിപ്പണമായി അവസാനം അദ്ദേഹത്തിൻ്റെ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, സാധാരണ 60 വയസ്സ് കഴിയുമ്പോഴാണ് സമൂഹത്തിനും അവരുടെ വീടിനും അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തിനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. പ്രായം കയറുന്തോറും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് തോന്നിപ്പോകാം, എനിക്ക് പ്രായമായി 60 കഴിഞ്ഞു 70 കഴിഞ്ഞു ഒക്കെ, ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും പല മുതിർന്ന പൗരന്മാരിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ
അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മനുഷ്യരുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അത്തരം നല്ല മനസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ഈ ഘട്ടത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ ഔപചാരികമായി നന്ദി അറിയിക്കാൻ പ്രിയപ്പെട്ട 50% സാമൂഹിക നിയോഗവും 50% അതത് തദ്ദേശഭരണ സ്ഥാപനമാണ് വഹിക്കേണ്ടത്. അങ്ങനെ താല്പര്യമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഭരണസമിതി തീരുമാനം സാമൂഹിക നിയോഗത്തിനെ അറിയിക്കുകയാണെങ്കിൽ അവരെ കൂടി സഹായപ്രഭാവങ്ങൾ ഉൾപ്പെടുത്താം എന്ന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ആകെ 4 പഞ്ചായത്തുകൾ മാത്രമാണ് അതിന് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നത്. ആ 4 പഞ്ചായത്തും കഴിഞ്ഞ 4 ദിവസം മുന്നേ സഹായപ്രഭാവ ഹോമുകളാക്കി അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെയുള്ള ഒരു വസ്തു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സഹായപ്രഭാവ ഹോം വർക്ക് ചെയ്യുന്ന ജില്ല കാസർഗോഡാണ്. കഴിഞ്ഞ 10 ദിവസം മുമ്പേ വരെ 8 സഹായപ്രഭാവങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കത്ത് വന്നതിന് ശേഷം 12 സഹായപ്രഭാവങ്ങൾ ആയി ഉയർന്നിട്ടുണ്ട്. നടത്തുന്ന പരിപാടികളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ സാമൂഹിക വകുപ്പിന് ആകെ ജില്ലയിൽ ഒരു ഓഫീസ് മാത്രമാണ് ഉള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമൂഹിക വകുപ്പ് ഒറ്റയ്ക്ക് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് ജില്ലയിൽ നിന്നുള്ള എവിടെ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി സാമൂഹിക വകുപ്പിന് വളരെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു ആശയമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വിശിഷ്ട വ്യക്തികളുടെ സഹപ്രവർത്തകർ, കാസർഗോഡ് സോഷ്യൽ പോലീസിങ്ങിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ ഇപ്പോൾ ആരംഭിച്ച വന്ധ്യജന സഭ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഈ സഭയിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഈ തുടക്കത്തിൽ നിന്നും നല്ലൊരു രീതിയിൽ നമ്മുടെ ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും, എല്ലാ പോലീസ് സ്റ്റേഷനിലായാലും എല്ലാ പഞ്ചായത്തുകളിലേക്കായാലും നമുക്ക് നല്ലൊരു പിന്തുണ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു തുടക്കം ആയിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ അധ്യക്ഷൻ അബ്ബാസ് ലീഗമാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളു. അതുപോലെ ഈ പ്രോഗ്രാം നടത്താനും നമുക്കുള്ള എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് രഘുനാഥൻ, മറ്റ് എല്ലാവർക്കും, നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന സഹപ്രവർത്തകർക്കും വന്ധ്യജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം, മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം, കരളുറപ്പുള്ള കേരളം, മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം, മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. കരളുടഞ്ഞു
ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോടെ അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങളില്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. പദനി 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 സവാരി സനി സാ
പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നേരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ, പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ, മൃദുഭാവേ ദൃഢകൃത്യേ, നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ, നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലും കരുതൽ നിൽക്കും ഞങ്ങളും നിങ്ങളോടൊത്ത് ഒരു മനമായി, ഒരു സ്വരമായി, ഒരു ലയമായി, പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലും കരുതൽ നിൽക്കും ഞങ്ങളും നിങ്ങളോടൊത്ത് ഒരു മനമായി, ഒരു സ്വരമായി, ഒരു ലയമായി, പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. City Gold, Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ദാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേറ്റ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം.